ഇടയ്ക്കിടയ്ക്കൊക്കെ നമ്മുടെ സഖാക്കൾക്ക് കുരു പൊട്ടാനുള്ള സാധ്യതയുള്ള കാര്യങ്ങൾ കണ്ടേക്കാം. കാരണം കാണാതിരിക്കാൻ പറ്റില്ല ഇവിടെ നമ്മൾ നടക്കുമ്പോൾ. അപ്പോൾ എല്ലാ സഖാക്കളും ക്ഷമിക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് എല്ലാവർക്കും ക്യൂബൻ യാത്രയിലേക്ക് സ്വാഗതം. ശുക്രിയ. എൻ്റെ നമ്പരായി എനിക്കുള്ളത് മേടിച്ചിട്ട് വരാം. എൻ്റെ 133ാമത്തെ രാജ്യത്ത് നിൽക്കുകയാണ്. അത് മധുര മനോഹര മനോജ്ഞ ക്യൂബയാണ്. ക്യൂബ എന്ന് പറയുമ്പോൾ മലയാളികൾക്ക് പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൽ ഇടതുപക്ഷം സജീവമായതുകൊണ്ട് തന്നെ എല്ലാവർക്കും വളരെ ഇഷ്ടമുള്ള ഒരു രാജ്യമാണ്. ഇഷ്ടമുണ്ടെന്ന് മാത്രമല്ല നമ്മൾ ഏറ്റവും അധികം പിന്തുടരുന്ന ഒരു രാജ്യമാണ് ക്യൂബയും. അതുപോലെ തന്നെ ക്യൂബയിലെ പഴയ നേതാവായിരുന്ന ഫിഡിൽ കാസ്ട്രോയും എല്ലാം തന്നെ. എന്നെ പൊക്കി പറഞ്ഞ് സോപ്പിടാനുള്ള പരിപാടിയാ കള്ളന്മാര്. പക്ഷേ ഇപ്പോഴത്തെ ക്യൂബ എന്ന് പറയുന്നത് ഏതാണ്ട് വല്ലാത്ത അവസ്ഥയിൽ കഴിയുന്ന ഒരു രാജ്യമാണ്. വിലപ്പെരുപ്പവും അതുപോലെ തന്നെ പട്ടിണി, ഇവിടെ അവശ്യ സാധനങ്ങളുടെ ലഭ്യതയില്ലായ്മ, അങ്ങനെയുള്ള പല പ്രശ്നങ്ങൾ കൊണ്ട് നട്ടം തിരികെയാണ് ഈ ഒരു രാജ്യം. ഞങ്ങൾ ഇന്നലെ ഇവിടെ ഇപ്പോൾ US നിന്നാണ് വന്നിറങ്ങിയത്. വളരെ ചെറിയ പ്രാകൃതാവസ്ഥയിലുള്ള ഒരു എയർപോർട്ടാണ്. ആകെപ്പാട് ഒരു ഫ്ലൈറ്റ് മാത്രമാണ് അവിടെ വന്നിറങ്ങുന്നത് കണ്ടത്, നമ്മുടെ ഫ്ലൈറ്റ് മാത്രം, മയാമിയിൽ നിന്ന്. ഒരാളെ തോൽപ്പിക്കാൻ വേണ്ടി ഇങ്ങനെ കല്ല് വെച്ചോണോ പറയരുത് ദിവസം. ഒരു കാര്യം ഒന്നും കിട്ടു വന്നാട്ടെ. എന്തിന് ഷാജി അങ്ങനല്ലല്ലോ പറഞ്ഞത്? ഷാജി എന്ത് പറഞ്ഞു? ലോകത്താകെ പോരാടുന്ന മനുഷ്യർക്ക് പ്രചോദനം നൽകുന്ന നാടാണല്ലോ അതിജീവനത്തിന്റെ പ്രതീകമായിട്ടുള്ള ക്യൂബ. ക്യൂബയിലെ ഏറ്റവും ഭംഗിയുള്ള ഒരു ബീച്ചിലാണ് ഞാനിപ്പോൾ എത്തിയിരിക്കുന്നത്, മരതര. സാന്തിയാഗോ ദി ക്യൂബയിലെ സഖാവ് ഫിദലിന്റെ ശവകുടീരത്തിന് മുന്നിലാണ് വിപ്ലവം ആരംഭിച്ചത്. സാന്തിയാഗോ ദി ക്യൂബയിൽ നിന്നാണ്. അങ്ങനെ അവിടുത്തെ ചില കാഴ്ചകളൊക്കെ കണ്ട് നമ്മളൊരു സിം എടുത്തു. സിമ്മിന് $7 7 ദിവസത്തേക്ക് ചാർജ് ചെയ്തത്. ആ നെറ്റ് ഉപയോഗിച്ച് ഒരു വളരെ ചെറിയ ഒരു എന്താ പറയുക, ഇൻസ്റ്റാഗ്രാം വീഡിയോ പോലും ഡൗൺലോഡ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ്. അത്രയും മോശം അവസ്ഥയിലാണ് ആ ഒരു കാർഡ് കിട്ടിയത്. പിന്നെ ഏറ്റവും രസകരമായ ഒരു കാര്യം വാഹനങ്ങളാണ്. വാഹനങ്ങളെന്നൊക്കെ പറയുന്നത് ഏറ്റവും പഴയ വാഹനങ്ങളാണ്. പുതിയ വാഹനങ്ങളൊന്നും വാങ്ങിക്കാൻ ഇവിടെ ആർക്കും പൈസ ഇല്ല. പഴയ അമേരിക്കൻ വാഹനങ്ങൾ, അതൊക്കെ നിങ്ങൾക്ക് പിൻഭാത്ര പോകുന്നതാണ്. പഴയ അമേരിക്കൻ വാഹനങ്ങൾ അതാണ് ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. സിദ്ധാർത്ഥ, നമ്മളായിട്ട് ക്യൂബയെ കൊച്ചാക്കി സംസാരിക്കരുത്. അപ്പോൾ ഞാൻ ചോദിച്ചതിൻ്റെ സ്പെയർ പാർട്സ് ഒക്കെ എവിടെ നിന്ന് കിട്ടുമെന്ന് ചോദിച്ചപ്പോൾ നമ്മുടെ ഗൈഡ് പറഞ്ഞത് ഇവിടെ ഉള്ളത് മെക്കാനിക്കുകളല്ല, മാന്ത്രികന്മാരാണ്, മജീഷ്യൻസ് ആണെന്ന് പറഞ്ഞത്. അതായത് വാഹനങ്ങൾ എങ്ങനെയൊക്കെ അവർ നന്നാക്കി എടുക്കുന്നു, ഓടുന്നു. അതിനുശേഷം ഞങ്ങൾ ഇവിടെ നിന്ന് വീണ്ടും വാഹനത്തിൽ കുറച്ച് ദൂരം സഞ്ചരിച്ചപ്പോഴാണ് മനസ്സിലാക്കുന്നത് ഒരു സ്ഥലത്തും വെളിച്ചമില്ല, കറണ്ടില്ല, പവർ കട്ടാണ്. 6-7 മണിക്കൂർ പവർ കട്ടാണ് ഒരു ദിവസം. അതുകൊണ്ട് തന്നെ സ്ട്രീറ്റ് ലൈറ്റ് ഇല്ല, ഒരു സ്ഥലത്തും ലൈറ്റില്ല. ആകെ ജനറേറ്ററുള്ള വീടുകളിലും ഹോട്ടലുകളിലും മാത്രമാണ് ലൈറ്റ് ഉള്ളത്. ശിശുപാലൻ ചേട്ടാ, എനിക്കൊരു സോഡ വാങ്ങിച്ചോണ്ടോ? ഉപ്പിടണം കുറച്ച്. അതിൻ്റെ പ്രശ്നം ഇവിടെ ഡീസലോ പെട്രോളോ ഇപ്പോൾ കിട്ടാനില്ല എന്നുള്ള കാര്യമാണ്. വെനിസ്വേലയിൽ നിന്നാണ് വന്നിരുന്നത്. അതെന്തോ ഇഷ്യൂ ഉണ്ട്, അത് വരുന്നില്ല. അതുകൊണ്ട് പെട്രോൾ പമ്പുകളെല്ലാം അടച്ചു പൂട്ടിയിട്ടിരിക്കുന്നു. അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. പക്ഷെ അങ്ങനെ വന്നല്ലോ. ഒരു മെഡിക്കൽ ഷോപ്പിലും ഒരു മരുന്ന് പോലുമില്ല. ഹോസ്പിറ്റലിൽ ആൾ പോയാൽ മരിച്ചാൽ തിരിച്ചു കൊണ്ടുവരുമെന്നാണ് നമ്മുടെ ഗൈഡ് പറഞ്ഞത്. കേട്ടിടത്തോളം മതി. എല്ലാ അസൂയാലുക്കളാ. എന്നാൽ ഒരു കാര്യവും വെളിയിൽ പറയാനുള്ള സ്വാതന്ത്ര്യം ഇവർക്കില്ല. കാരണം ഇപ്പോഴും ഇതൊരു സോഷ്യലിസ്റ്റ് ഗവൺമെൻറ് ഭരിക്കുന്ന സ്ഥലമാണ്. എങ്ങാനും ഗവൺമെൻറ്റിനെതിരായിട്ട് സംസാരിക്കുകയാണെങ്കിൽ 30 വർഷം വരെ തടവ് കിട്ടാവുന്ന കുറ്റമാണ്. മീഡിയ എല്ലാം തന്നെ സ്റ്റേറ്റ് ഓൺഡ് ആണ്. അതുകൊണ്ട് തന്നെ ഒരു തരത്തിലും നിങ്ങൾക്ക് മറ്റൊരു വിവരങ്ങളും അറിയാനുള്ള മാർഗമില്ല. 27% ആൾക്കാർക്കും ഇപ്പോഴും വരുമാനമെന്ന് പറയുന്നത് ഒരു മാസം $20 നമ്മുടെ ഗൈഡിന് പോലും മാസ വരുമാനം $15 എന്ന് പറഞ്ഞാൽ അയാൾ തന്നെ പറയുന്നത് 3 പിസ വാങ്ങിച്ച് കഴിച്ചാൽ തീരും ശമ്പളം, അത്രയ്ക്കേ ഉള്ളൂ എന്നുള്ളതാണ്. എന്തല്ലേ? പിന്നെ അതുപോലെ തന്നെ ഈ പറഞ്ഞതിനൊക്കെ കൂടുതൽ കറണ്ട് ചാർജ് ആകുന്നുണ്ട് വീട്ടിലെന്നും പറയുന്നു. അങ്ങനെ എല്ലാ തരത്തിലും ദുസ്സഹമായ ജീവിതമാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത്. ഒരിക്കലും സർ, ഈ വക്കീലിന്റെ മനഃപൂർവ്വം നാണം കടത്താൻ എന്തൊക്കെയോ പറയുവാണ്. ഈ രാജ്യത്തിൻ്റെ ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ 1959 വരെ ഒരു ക്യാപിറ്റലിസ്റ്റ് രാജ്യമായിരുന്നു. പിന്നീടാണ് ഒരു മാർക്സിസ്റ്റ് അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ് വരുന്നത്, അതായത് ഫിഡൽ കാസ്ട്രോയുടെ നേതൃത്വത്തിൽ. ഇപ്പോൾ നമ്മുടെ ഗൈഡ് പറയായിരുന്നു ക്യാപിറ്റലിസ്റ്റ് കാലമായിരുന്നു നല്ലതെന്ന് അദ്ദേഹത്തിൻ്റെ ഇപ്പോഴും ജീവിച്ചിരിക്കുന്ന അച്ഛനൊക്കെ പറയുന്നുണ്ടെന്നുള്ള കാര്യമാണ്. അത്രയ്ക്ക് മോശം അഭിപ്രായമാണ് എന്നെ പറ്റി? അത്രയ്ക്ക് മോശമല്ല, എന്നാലും വളരെ മോശം അഭിപ്രായമാണ്. എന്തായാലും കാലഘട്ടത്തിനനുസരിച്ചുള്ള മാറ്റം ഏതൊരു പ്രത്യയശാസ്ത്രത്തിലും വേണം എന്നുള്ളത് തെളിയിക്കുന്ന ഒരു രാജ്യമാണിത്. ഇല്ലെങ്കിൽ നശിച്ചു പോകുന്നുള്ളതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് നമുക്ക് ക്യൂബയെ കണ്ടുപിടിക്കാം. സോഷ്യലിസം എന്ന് പറയുന്നത് ഈ ഒരു പുതിയ കാലഘട്ടത്തിൽ പ്രായോഗികമല്ല എന്ന് വളരെ കൃത്യമായിട്ട് കാണിച്ചു തരുന്ന ഒരു രാജ്യം കൂടിയാണ് ഇപ്പോൾ ക്യൂബ എന്നാണ് പറയേണ്ടത്. സ്പെയിൻ ഭരിച്ചുകൊണ്ട് തന്നെ ഒരു സ്പാനിഷ് കൾച്ചർ ഇവിടെയുണ്ട്. സ്പാനിഷാണ് ഇവിടുത്തെ ലാംഗ്വേജും. തന്നെ ആ കാലത്തെ ബിൽഡിങ്സൊക്കെ അതിമനോഹരമാണ്, അതെല്ലാം ഇവിടെ ഉണ്ട്. പക്ഷേ
അതിലൊരു പകുതിയും ഇപ്പോൾ തകർന്ന് വീണ് കഴിഞ്ഞു. കാരണം അത് നന്നാക്കാനൊന്നും ജനത്തിന് പൈസ ഇല്ല. നമ്മളെന്താണ് നന്നാക്കാത്ത ചോദിച്ചപ്പോൾ അങ്ങനെ ചോദിച്ചപ്പോൾ ആഹാരം കഴിക്കണോ അതോ നന്നാക്കണോ, അതാണ് നമ്മുടെ ഒരു മുന്നിലെ പ്രശ്നം എന്ന് പറഞ്ഞു. കാര്യങ്ങളൊക്കെ കൈവിട്ട് പോയല്ലോ തിരുവട്ടമാ. അപ്പോൾ ഇതാണ് ക്യൂബയുടെ തലസ്ഥാനമായ ഹവാനയുടെ കാഴ്ചകൾ. എവിടെ നോക്കിയാലും പഴയ വാഹനങ്ങൾ, പഴയ കെട്ടിടങ്ങളിൽ കുറേയൊക്കെ നിലം ഒത്തായിരിക്കുന്നതാണ്. ഇപ്പം മുന്നിലൊക്കെ കാണുന്ന കെട്ടിടങ്ങൾ കണ്ടാൽ എല്ലാം പഴയ സ്പാനിഷ് കാലത്തെയാണ്. പക്ഷേ എല്ലാം നശിച്ച അവസ്ഥയിലാണ് ഇപ്പോഴും നിൽക്കുന്നത്. മെയിൻറ്റെയിൻ ചെയ്യാൻ അവർക്ക് പറ്റുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം. ഒരു രാജ്യത്തിന്റെ വളർച്ച നിശ്ചയിക്കുന്നത് അവിടുത്തെ വലിയ കെട്ടിടങ്ങളാണെന്ന് ഫിഡൽ കാസ്ട്രോ എവിടെയും പറഞ്ഞിട്ടില്ല. നമ്മളിപ്പോൾ ചെറിയ സ്ട്രീറ്റുകളിലൂടെയൊക്കെ പോവുകയാണ്, ക്യൂബൻ സ്ട്രീറ്റുകൾ. ഇവിടെ മുഴുവൻ നിങ്ങൾക്ക് മാലിന്യങ്ങൾ കാണാം. അപ്പോൾ നമ്മുടെ ഗൈഡ് പറയുന്നത് ഇവിടുത്തെ ഭരണകൂടത്തോടുള്ള ജനങ്ങളൊരു പ്രതിഷേധമാണ് ഇപ്പോൾ ഈ മാലിന്യങ്ങൾ ഇങ്ങനെ ഇടുന്നതെന്നുള്ളതാണ്. എങ്ങനെയെങ്കിലും ഇവിടുത്തെ സോഷ്യൽ സർക്കാർ താഴെ പോകണമെന്ന് മാത്രമേ ഇപ്പോൾ അവർക്ക് ആഗ്രഹമുള്ളൂ. അതായത് ക്യാപിറ്റലിസ്റ്റ് സർക്കാർ തിരികെ വരണമെന്നാണ് ആഗ്രഹിക്കുന്നത്. പക്ഷേ അങ്ങനെ പറയുന്നവരെ അപ്പം തന്നെ കാണാതാകുന്നു. അവർ 30 വർഷത്തോളമൊക്കെ ജയിലിൽ കഴിയുന്നു. അതുകൊണ്ട് യാതൊരു സ്വാതന്ത്ര്യവും അവർക്ക് അത്തരം കാര്യങ്ങളിൽ ഇല്ല. ഞാൻ ആലോചിച്ചപ്പോ ഒരു കാര്യം തോന്നിപ്പോവാണ്. എന്തേ? ജനങ്ങൾ സമ്പൂർണ്ണ സാക്ഷരത നേടിയതാണ് നമുക്കടിയായത്. എങ്ങനെ? സാക്ഷരത നേടിയപ്പോൾ ജനങ്ങൾക്ക് വിവരം വന്നല്ലോ. 1959 തൊട്ട് കമ്മ്യൂണിസ്റ്റ് സർക്കാർ ഭരിച്ചതിൻ്റെ ഫലമാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. രാവിലെ ഭക്ഷണം വാങ്ങിക്കാൻ വേണ്ടി, റേഷൻ കിട്ടുന്ന ഭക്ഷണം വാങ്ങിക്കാൻ വേണ്ടി ആളുകൾ ക്യൂ ആയിട്ട് നിൽക്കുന്നത്. ഞാൻ നിനക്ക് എന്ത് ദ്രോഹം ചെയ്തടാ? എന്റെ കാലനായിട്ടാണോ അതെന്നെ കൊണ്ട് കെട്ടിയെടുത്തിരിക്കുന്നത്? ഇപ്പം നമ്മുടെ ഗൈഡ് യുവതിയോട് നമ്മുടെ നാട്ടിലും ഒരു കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ് ആണെന്ന് പറഞ്ഞപ്പം വാട്ട് എ ഡിസാസ്റ്റർ എന്ന് പറഞ്ഞു. നമ്മുടെ മെയിൻ ഗൈഡിനോട് ഞാൻ പറഞ്ഞു നമ്മളെ ഭരിക്കുന്നത് ഒരു കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ് ആണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഐ എം സോ സോറി ഫോർ ദാറ്റ് എന്നാണ്. ഇന്നലെ നമ്മൾ വരുന്ന അമേരിക്കയിൽ നിന്ന് ഫ്ലൈറ്റ് നിറച്ച് ഇവിടത്തേക്ക് ആൾക്കാർക്കുള്ള ഭക്ഷണവും മറ്റുമായിട്ട് വരുന്ന അമേരിക്കക്കാരായിരുന്നു, ചില സന്നദ്ധ സംഘടനകളും മറ്റും. ആ രീതിയിലേക്കാണ് ഇപ്പോൾ ഈ ഒരു രാജ്യത്തെ ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് സർക്കാർ അധപ്പതിപ്പിച്ചിരിക്കുന്നത് എന്നാണ് പറയേണ്ടത്. കഷ്ടം തന്നെ. എവിടെ നോക്കിയാലും ദാരിദ്ര്യത്തിൻ്റെ ചിഹ്നങ്ങൾ മാത്രമേ ഉള്ളൂ. ഇപ്പം നമ്മുടെ ഗൈഡ് പറയായിരുന്നു ഇവിടെ ആ ജോലി ചെയ്യുന്ന ചുരുട്ടുണ്ടാക്കുന്ന ഫാക്ടറി ജോലി ചെയ്യുന്നവർക്കൊക്കെ മാസം $15 to $20 ശമ്പളം. $20 എന്ന് പറഞ്ഞാൽ 2000 രൂപയിൽ താഴെയാണ് ശമ്പളം. എല്ലാ സഖാക്കളും അത് ചെവി തുറന്ന് കേൾക്കേണ്ടതാണ്. ആ തേണ്ടി തൊലി ഇരിക്കുകയാണ് ഉത്തമ. സഹിക്കുക അല്ലാതെ എന്ത് ചെയ്യാ? വളരെ കാലം ബംഗാൾ ഭരിച്ച ജ്യോതി ബസു എങ്ങനെയാണോ ബംഗാളിനെ നശിപ്പിച്ചത്, എല്ലാവരും ജോലി തേടി കേരളത്തിലേക്ക് വരുന്ന അറിയാമല്ലോ, എന്ന് പറഞ്ഞ പോലെ തന്നെ ഈ ഒരു സർക്കാർ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൽ നമ്മുടെ നാട്ടിലെ കമ്മ്യൂണിസ്റ്റ് സർക്കാർ അത്ര മോശമെന്ന് പറയാനല്ല, അത്തരം കാര്യങ്ങളിൽ. കാരണം നമുക്ക് ബോധമുണ്ട് ജനങ്ങൾക്ക്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള വലിയ അക്രമങ്ങളൊന്നും നമ്മൾ സമ്മതിച്ചു കൊടുക്കില്ല. തങ്കക്കുറവേ, നമ്മൾ ഈ നാണം കെടുത്തല്ലോ. തനക്ക് നാണം ഉണ്ടായിട്ട് വേണ്ടടോ നാണം കെടാൻ. നാണം കെട്ടോനെ. അപ്പോൾ ഞങ്ങൾ ചോദിച്ചു ജനങ്ങൾ എന്തുകൊണ്ടാണ് പ്രതികരിക്കാത്തത്. അപ്പം അദ്ദേഹം പറഞ്ഞു നമ്മുടെ നാട്ടിലെ പാവപ്പെട്ട അണികളെ പറഞ്ഞ് പറ്റിക്കുന്ന പോലെ തന്നെയാണ് ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് സർക്കാരും. വിപ്ലവം പറയുന്നു, മുദ്രാവാക്യം വിളിപ്പിക്കുന്നു, ഇവരെ വേറെ ലോകത്തിലേക്ക് കൊണ്ടുപോകുന്നു. അങ്ങനെ ഇവർ പ്രതികരിക്കാതെ ജീവിക്കുന്നു. ഇത്രയും നശിച്ച ഒരു രാജ്യത്ത് എന്തെങ്കിലുമൊക്കെ പുതിയ പദ്ധതികൾ കൊണ്ടുവന്ന് രക്ഷപ്പെടുത്താൻ ശ്രമം വേണം. അതും ചെയ്യുന്നില്ല. നേതാക്കന്മാരെല്ലാം ദന്തഗോപുരത്തിലാണ്, ജനങ്ങൾ കഷ്ടപ്പെട്ട് ജീവിക്കുന്നു. അതങ്ങനെ അല്പന ഐശ്വര്യം കിട്ടി അർദ്ധരാത്രിക്ക് കൊട പിടിക്കുന്നതുപോലെ. ആഹാരം വാങ്ങിക്കാനുള്ള ക്യൂ കണ്ണു തുറന്ന് കാണുക സഖാക്കളെ. ഫുഡിനുള്ള ക്യൂ ആണ്. സോഷ്യലിസ്റ്റൊക്കെ പിന്താങ്ങുന്നവർ കാണേണ്ട കാഴ്ചയാണ്. ഈ ഒരു നൂറ്റാണ്ടിൽ പോലും ഭക്ഷണത്തിന് വേണ്ടി ആൾക്കാർ ക്യൂ നിൽക്കുന്നത്. കഷ്ടം തന്നെ മുരളി, കഷ്ടം തന്നെ.